ഇത് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ദിവസം. കളി കണ്ടു, തൃപ്തിയായി. സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചു, നല്ലൊരു ഫിനിഷറായി കളിച്ചു. ഓപ്പണിംഗ് ഇറങ്ങി അവസാനം വരെ നോട്ട് ഔട്ട് ആവാതെ അവസാനം വരെ നിന്ന് കളിച്ച് ഇന്ത്യയെ വിജയിപ്പിച്ചു ഗാലറിയിലേക്ക് മടങ്ങുന്ന സഞ്ജുവിനെയാണ് നമ്മളിന്ന് കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് സഞ്ജു നീ എന്ന് ഒരു ഫിനിഷറായിട്ടുള്ളൊരു ചാൻസ് കിട്ടുമെന്നുള്ളത്. ഇന്ന് കിട്ടി. സഞ്ജു തെളിയിച്ചു, സഞ്ജുവിൻ്റെ കഴിവെന്താണെന്ന് തെളിയിച്ചു. ഇന്ന് ഇന്ത്യൻ ടീമിന് മനസ്സിലായി കാണും സഞ്ജു ആരാണെന്നും സഞ്ജുവിൻ്റെ കഴിവെന്താണെന്നുള്ള കാര്യം. ഇന്ന് പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിന് കാര്യം 2-3 ദിവസത്തിന് മുമ്പ് സൂര്യകുമാർ യാദവ് ഒരു പ്രസ് മീറ്റിങ്ങിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. ക്യാ अभिषेक का जगह में संजू को डालने का और तिलक वर्मा का जगह में संजू को डालने का और ईशान किशन का जगह में संजू को डालने का അങ്ങനെ ചിരിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നു സൂര്യകുമാർ യാദവെ ഇടണം, അവന് കഴിവുണ്ട്, അവരെയൊക്കെ മാറ്റി അങ്ങോട്ട് നിർത്തിയിട്ട് സഞ്ജുവിനെ ഇട്, അവന് കഴിവ് ഉണ്ടെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായി കാണും. ഓക്കെ, അവന് അതിനുള്ള ചാൻസ് നിങ്ങൾ കൊടുത്താൽ മതി. അവൻ നല്ലതുപോലെ കളിക്കും. ഇവരാരും ചാൻസ് കൊടുക്കുന്നില്ല. ഒരു കളി കളിച്ചില്ല, 2 കളി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഗാലറിയിൽ പിടിച്ചിരുത്തുകയാണ് വേണ്ടത്. ഇന്ന് സഞ്ജു തെളിയിച്ചു. അതാണ് നമ്മുടെ ചെറുക്കൻ, മലയാളികളുടെ അഹങ്കാരം സഞ്ജു സാംസൺ. ഇനി സഞ്ജു സാംസൺ ഭരിക്കും 2020 വേൾഡ് കപ്പ്. ഇന്ത്യ 2020 വേൾഡ് കപ്പ് എടുക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുക.